നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ലിവർ സിറോസിസും അൾസറും അടക്കം ഗോപന് നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ശരീരത്തിൽ കണ്ട ചതവുകൾ മരണകാരണമല്ല. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, മരണത്തിൽ അസ്വാഭാവികതയില്ല, അതാണോ ഒരു ആകത്തുക ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ? സജിത്ത്, നേരത്തെ പ്രാഥമിക പരിശോധനയിൽ പുറത്തു വന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി അസുഖങ്ങൾ ഗോപൻ സ്വാമി അലട്ടിയിരുന്നുവെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാക്കിയിരുന്നു. അതിൽ ലിവർ സിറോസിസും വൃക്കകളുടെ തകരാറുമടക്കം ഈ പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തിയ കാര്യമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു അസ്വാഭാവികത, ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയപ്പോൾ വായ്ക്കകത്ത് ഭസ്മം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ ഒരു സംശയം. പക്ഷെ ഇതുവരെ നടത്തിയ പരിശോധനകളിലും പോസ്റ്റ്മോർട്ടത്തിലും അടക്കം ആ വായ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയ ഭസ്മം മരണകാരണമായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. മറ്റ് ശാരീരികമായ നിരവധി ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഗോപൻ സ്വാമിയുടെ കുടുംബം സമാധി സ്ഥലത്ത് വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിന്റെ നീക്കം എന്താണ്? എന്തെങ്കിലും പ്രധാനപ്പെട്ട നീക്കം ആ കുടുംബം നടത്തുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഡാൻ? സജിത്ത്, ഈ കുടുംബത്തെ സംശയ നിലയിൽ നിർത്തുന്ന തരത്തിലായിരുന്നു ആദ്യമൊക്കെ പുറത്തു ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കാണിച്ച് പ്രദേശവാസികളിൽ ചിലർ തന്നെയാണ് നെയ്യാറ്റിൻകര പോലീസിന് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മറ്റു തരത്തിലുള്ള അസ്വാഭാവികതകളൊന്നും ഇല്ല എന്ന സൂചനകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കും കുടുംബം മാധ്യമങ്ങളെ കാണുന്നത്. അതോടൊപ്പം അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ചില സംഘടനകളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ കുടുംബം മാധ്യമങ്ങളെ കാണുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും 12 മണിക്ക് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ നിരവധി അസ്വാഭാവികതകൾ ആദ്യം സംശയത്തിൽ വരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്തരം അസ്വാഭാവികതകൾ കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല. പക്ഷേ രാസപരിശോധനാ ഫലം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതിനുശേഷം ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച നീക്കമാണ്. കുടുംബം അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.